life. Aloe vera. നല്ല ഡാർക്ക് സ്പോട്ട് ഹലോ ഗായ്സ്, ഐ എം ലക്ഷ്മി. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, പക്ഷേ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ക്യാമറ എങ്ങനെ വെക്കണം, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ എന്തായാലും ഇതൊക്കെ ട്രൈ ചെയ്താണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. ഇതിൽ ഫുൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ബട്ട് ഐ ക്യാൻ ഡു മൈ മാക്സിമം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഇന്ന് എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ഒരു ഡേയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്ന്. ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ, ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമാണോ, പിന്നെ ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ പോരായ്മകളുണ്ട്, എന്തൊക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യണം, എന്നെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ പറയണം. അപ്പം അതനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പം ഇന്നൊരു മൺഡേ മോർണിംഗ് ആണ്, അതുകൊണ്ട് ഇന്ന് ഒരുപാട് പണിയുണ്ട്. അപ്പം കുറച്ച് അധികം ഇന്ന് ലേറ്റുമായിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. തലേ ദിവസം രാത്രി നമ്മൾ റോന്തു മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ട് പിന്നെ ഉറങ്ങുമ്പോൾ ഏകദേശം 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നേരം വൈകി ഉറങ്ങിയ കാരണം ഞാൻ അത്യാവശ്യം ലേറ്റായിട്ട് തന്നെയാണ് എഴുന്നേറ്റത്. അപ്പോൾ 8:50 ആയി എഴുന്നേൽക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ പണികളിലേക്കൊക്കെ കിടക്കുന്നത്. ഗൈസ്, ഞാൻ ഈ വെള്ളമാണ് മോർണിംഗ് എണീറ്റിട്ട് ഫസ്റ്റ് തന്നെ കുടിക്കാറുള്ളത്. ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കാണത്തില്ല. അപ്പം ഇതിൽ നമ്മുടെ ചിയാ സീഡും ഫ്ലാക്സ് സീഡും പിന്നെ മറ്റേ മത്തൻ്റെ കുരു, അതുപോലെ നമ്മുടെ ബദാം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഇത് ഭയങ്കര ഹെൽത്തിയാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാവരും ഈ സീഡ്സ് ഒക്കെ നന്നായിട്ട് ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയും നമ്മുടെ ഓവറോൾ എല്ലാത്തിനെയും നല്ലതാണ്. അപ്പം എല്ലാതും അളവ് കുറച്ചിട്ട് ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് ഞാൻ എപ്പോഴും ഫസ്റ്റ് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് കുടിക്കാറുള്ളത്. അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഒപ്പം നമുക്ക് വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. അപ്പം അത്രയേ ഉള്ളൂ. നമ്മൾ ഈ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഇതുപോലെ നാച്ചുറൽ ആലോവേര ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ട് മുഖത്ത് റബ്ബ് ചെയ്ത് വെക്കാം. അപ്പം നമ്മൾ പണികൾ ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ ഇത് നമ്മുടെ ഫേസിലിരിക്കും. ഇത് വളരെ നല്ലതാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഞാനിതൊക്കെ ദിവസം ചെയ്യുന്നു, പക്ഷെ ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് മൊത്തത്തിൽ നമ്മൾ മെൻ്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി ഒക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഗോൾ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഞാനിതൊരു ടിപ്പായിട്ട് പറഞ്ഞുതരാണ്. നിങ്ങളും രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ വെള്ളം കുടിച്ചതിന് ശേഷം ഇതൊന്ന് റബ്ബ് ചെയ്ത് വെറുതെ വെക്കുക. എന്നിട്ട് നമ്മൾ പണികളൊക്കെ കഴിയുന്നത് എപ്പോഴാണോ ആ സമയത്ത് നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് നല്ല ഡാർക്ക് സ്പോട്ട് പോകാനും, അതായത് എൻ്റെ പല്ലിൻ്റെ ഇടയിലൊക്കെ ഈ ബദാം ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ വെല്ലി വീഴുന്നത്. അപ്പോൾ അതൊക്കെ പോകാൻ നല്ലതാണ്. പിന്നെ ഈ മഞ്ഞ ഈ ഒരു സാധനം നമ്മൾ കളയണം. ഇത് ഇന്നലെ രാത്രി ഞാൻ പറിച്ച് വെച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ ഫേസിലിട്ടിട്ടാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ജെല്ല് വരും. എൻ്റെ മുഖത്താണെങ്കിൽ പിന്നെ നന്നായിട്ട് പാടുകളും കുരുക്കളൊക്കെ ഉണ്ട്. നേരത്തെ തന്നെ കണ്ടു, പൊട്ടിട്ട മാതിരി ഇരിക്കുന്നത്. നാച്ചുറൽ അലോവേര ആണെങ്കിലാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനമൊക്കെ വാങ്ങിക്കണം ആ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ. നമ്മളിവിടെ അലോവേര 2 എണ്ണം കൊണ്ടുവച്ചിട്ടുണ്ട്, നാട്ടിൽ നിന്ന് അമ്മ തന്നതാണ്. പക്ഷേ അതങ്ങനെ വലുതാവില്ല. ഇത് ഓണർ മുകളിൽ വെച്ചിട്ടുള്ള അലോവേര ആണ് കേട്ടോ, ബിൽഡിങ്ങിൻ്റെ. അതാണ് നമ്മൾ പൊട്ടിക്കുന്നത്. അവരോ യൂസ് ചെയ്യുന്നില്ല, അപ്പം നമ്മളെങ്കിലും
ഇത് യൂസ് ചെയ്യണ്ടേ? ഇത് പിന്നെ എൻ്റെ സ്കിൻ എപ്പോഴും ഭയങ്കര ഫ്ലക്ച്വേറ്റഡ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും എപ്പോഴാണ് കുരു വരികയെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്കിനി നമ്മുടെ പനിയിലോട്ട് കിടക്കാം. ഇന്ന് മൺഡേ ആയിട്ട് നമ്മൾ റൈസും പരിപ്പ് കറിയും ഓംപ്ലേറ്റുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മിക്കവാറും തിങ്കളാഴ്ചകളിലെല്ലാം ഇവിടെ പരിപ്പ് കറി തന്നെയാണ് വെക്കുന്നത്. ഓരോ ദിവസവും ഓരോ കറികളാണ്. അതൊരു റൂട്ടീൻ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് കുഞ്ഞൻ വന്നത്. എൻ്റെ നെറ്റത്തുള്ള ആ ഒരു കുരുവിനെയാണ് കുഞ്ഞൻ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? നിങ്ങൾക്കൊക്കെ സുഖമായിട്ടിരിക്കുകയാണോ? നാട്ടിൽ നല്ല മഴയാണെന്നാണ് അച്ഛനും അമ്മയും വിളിക്കുമ്പോൾ പറയാറുള്ളത്. പക്ഷേ ഇവിടെ ബാംഗ്ലൂർ അങ്ങനെ വലിയ മഴയൊന്നുമില്ല. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് പെയ്ത് അങ്ങനെ അങ്ങ് പോവും. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് ചിക്കനും ചപ്പാത്തിയുമാണ്. ചിലവർ മോർണിംഗ് തന്നെ ചിക്കനൊന്നും കഴിക്കില്ല. പക്ഷേ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡാണ് ചിക്കനും ചപ്പാത്തിയും. അപ്പോൾ തലേദിവസം ചിക്കൻ വെച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അതുപോലെ തലേദിവസം രാത്രി നമ്മൾ കഴിച്ച ചപ്പാത്തിയുടെ ബാക്കി ഉണ്ടായിരുന്നു. ചപ്പാത്തി ഇവിടെ പാക്കറ്റ് ചപ്പാത്തിയാണ് വാങ്ങിക്കുന്നത്. അതത്ര ഹെൽത്തി അല്ല. ഇതുപോലെ ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് 1-2 തവണ പാക്കറ്റ് ചപ്പാത്തി വാങ്ങി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു ഒതൻറ്റിക് ചപ്പാത്തിയുടെ ടേസ്റ്റ് അല്ലാതെ വേറൊരു ടേസ്റ്റും കൂടെ അതിൽ ആഡ് ഓൺ ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ ചപ്പാത്തി കഴിച്ചു നോക്കിയപ്പോൾ വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ചിക്കൻ വെക്കുന്ന സമയത്തോ ഒക്കെ രാത്രി ചില സമയത്തൊക്കെ റൈസ് സ്കിപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ചപ്പാത്തിയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ നിങ്ങളിതുപോലെ ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവരുണ്ടോ? അതായത് പാക്കറ്റ് ചപ്പാത്തി കഴിക്കുന്നവരുണ്ടോ? നിങ്ങളതോ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതാണോ നിങ്ങൾക്കിഷ്ടം എന്നൊക്കെ എന്നോട് പറയണം കേട്ടോ. ഇവിടെ ഞങ്ങൾ 3 പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പാത്രങ്ങളും ഓരോരുത്തരാണ് കഴുകുക. അപ്പോൾ ഞാൻ ചോദിച്ചതാണ് ഇത് നമ്മുടെ പാത്രമാണോ എന്നുള്ളത്. അപ്പം നമ്മളിതേ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി കഴിക്കാൻ പോവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്വാദുമാണ്. ഇതെനിക്ക് എപ്പോൾ കഴിച്ചാലും അങ്ങനെ മടുക്കാറില്ല. നിങ്ങൾക്കും ഇതുപോലെ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം എത്ര കഴിച്ചാലും മതി വരാത്തതായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മളിതേ റൈസ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വയ്ക്കാൻ സുഖമാണ്. നമ്മൾ റൈസ് തിളപ്പിച്ചിട്ട് ഇതുപോലെ ജാക്സൺ കുക്കറിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ആയിക്കോളും. ഞാനിവിടെ ബാംഗ്ലൂരിൽ വന്നതിന് ശേഷമാണ് ഈ ഒരു ജാക്സൺ കുക്കർ യൂസ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലൊക്കെ വിറകടുപ്പിലാണ് റൈസ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കൂടുതലും ഇതുപോലെ ജാക്സൺ കുക്കറിൽ തന്നെയാണ് ഒരുവിധം എല്ലാവരും വെക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഇപ്പോഴും വിറകടുപ്പിൽ തന്നെയാണ് കേട്ടോ വെക്കാറുള്ളത്. ഇത് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ ഷേക്കാണ്. പാല് തിളപ്പിക്കുമ്പോൾ തന്നെ ഞാൻ അതിലേക്ക് ഡേറ്റ്സും കാഷ്യൂനട്ടും പഴവും ഇട്ട് വയ്ക്കും. കാരണം ഇത് നന്നായിട്ട് സോക്കാവാനും അതുപോലെ ഇത് അടിക്കുന്ന സമയത്ത് വലിയ തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് ബ്ലെൻഡായി കിട്ടാനും വേണ്ടിയിട്ടാണ്. ഈ ഒരു പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നന്നായിട്ട് പഴുത്ത ആ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടാണ് പാലിലേക്ക് ഇടുന്നത്. ഈ ഒരു ഷേക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നല്ലതാണ്. കാരണം പാലും ഡേറ്റ്സും പഴമൊക്കെ ആണല്ലോ. അപ്പോൾ ഇതൊക്കെ കുടിച്ച് നല്ല വർക്കൗട്ടൊക്കെ ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ കുറച്ച് മാറ്റമൊക്കെ കാണും. എനിക്കും ഇത് കുടിക്കുന്നത് നല്ലതാണ്. കാരണം എനിക്കും വെയിറ്റ് ഗെയിൻ ആവശ്യമാണ്. പക്ഷേ എനിക്കിത് ഇഷ്ടമേ അല്ല. എനിക്ക് പാൽ ഇഷ്ടമല്ല. പിന്നെ ഈ ഡേറ്റ്സും പഴമൊക്കെ കൂടെ ആകുമ്പോൾ ഒരു മധുരമുണ്ട്, അതും എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കുടിക്കാറില്ല. കുഞ്ഞിനാണിത് കുടിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ഉള്ളവരാണെന്നുവെച്ചെങ്കിൽ ഇത് അടുപ്പിച്ച് കുടിക്കുക. അപ്പം നല്ല റിസൾട്ടൊക്കെ കിട്ടും.
ഇതൊരു സാദാ പരിപ്പ് കറിയാണ്. ഇതിനെ കുത്തിക്കാച്ചിയതൊന്നും പറയാൻ പറ്റില്ല. കുത്തിക്കാച്ചുന്ന സമയത്ത് നമ്മൾ മുളക് പൊടിയല്ലല്ലോ, മറ്റേ കുത്തുമുളകാണ് യൂസ് ചെയ്യുക. പക്ഷേ ഞാനിവിടെ കുത്തുമുളകിന് പകരം പച്ചമുളകല്ല, മുളകും പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം. അതുപോലെ ഈ സബോള ഞാൻ അരിയുന്നത് മുട്ട, അതായത് മുട്ട ഓംപ്ലേറ്റിക്കാണ്. എനിക്ക് ഈ ഓംപ്ലേറ്റിൽ ഒനിയൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം അങ്ങോട്ട് അരിയാറുണ്ട്. അതുപോലെ തന്നെ പച്ചമുളകും എനിക്കൊരു വീക്ക്നെസ്സാണ്. ഞാൻ ഇടാൻ പറ്റുന്ന എല്ലാ കറികളിലും ഓംപ്ലേറ്റിലും ഒക്കത്തിലും ഞാൻ പച്ചമുളക് ഇടാറുണ്ട്. എന്തോ എനിക്ക് ആ പച്ചമുളകിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്ത് ഞാൻ പച്ചമുളക്, അതായത് ഈ പരിപ്പ് കറിയിലൊക്കെ ഉള്ള പച്ചമുളക് എടുത്ത് കടിച്ച് അങ്ങനെ ചോറ് കഴിക്കും. എന്തോ എനിക്ക് പച്ചമുളകിനെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. എനിക്ക് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളൂ അങ്ങനെ പച്ചമുളക് ഇഷ്ടമുള്ളത്. ഈ ഒരു പാത്രം നമ്മൾ കാച്ചാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ആ ഗ്യാസ് അടുപ്പുമ്മ കറക്റ്റ് ഫിറ്റല്ല, അതുകൊണ്ട് എപ്പോഴെപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. മാത്രമല്ല നല്ല ചൂടുമാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടുപ്പിൽ നിന്ന് പുറത്ത് വെച്ച് അങ്ങനെയൊക്കെയാണ് ഇത് കാച്ചുന്നത്. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എനിക്ക് ഈ പരിപ്പ് കറി നല്ല ഇഷ്ടമാണ്. തക്കാളിയാണ് ഇതിലിട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തക്കാളിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഈ ഓംപ്ലേറ്റുകൾ മറിച്ചിടാറുണ്ട്. ഇന്ന് വീഡിയോ എടുക്കുന്ന കാരണവും ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന കാരണവും 2 ഓംപ്ലേറ്റും പൊട്ടിപ്പോയി ഗൈസ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഇതെൻ്റെ ഞങ്ങളുടെ റൂംമേറ്റിൻ്റെ റൂമാണ്. ഞങ്ങളുടെ റൂമിൽ കുഞ്ഞൻ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം ശല്യം ചെയ്യേണ്ട വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. കുഞ്ഞനിവിടെ അടിപൊളിയായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആളുടെ സ്ലീപ്പ് റൂട്ടീൻസ് ശരിയല്ലാത്ത കാരണം കിട്ടുന്ന സമയത്തൊക്കെ ആളിങ്ങനെ ഉറങ്ങാറുണ്ട്. ഉറങ്ങി എണീറ്റതിന് ശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കുകയാണ്. ലഞ്ച് കഴിക്കുമ്പോൾ പടക്കളം മൂവിയാണ് വെച്ചിട്ടുള്ളത്. ഞങ്ങൾ ഒരു തവണ കണ്ട മൂവിയാണ്, എന്നാലും ഇഷ്ടപ്പെട്ട കാരണം അത് ഒന്നും കൂടെ ഇരുന്ന് കാണുകയാണ്. അതിനുശേഷം ഞങ്ങൾ തിരുമ്പി ഉണക്കാനിട്ട ഡ്രസ്സ് എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ടെറസിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കുന്ന വ്യൂ ആണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ വ്യൂ. ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു മിനി ബാംഗ്ലൂർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് ഓണർ വെച്ചിട്ടുള്ള മൾബറി ചെടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ നിറയെ ബിൽഡിങ്സാണ്. ബിൽഡിങ്സുകൾക്കും ഒരു നല്ല ഭംഗിയുണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കുഞ്ഞന് വീണ്ടും ജോബിന് പോകാനുള്ള സമയമായി ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പാല് ഷേക്ക് അടിച്ച് ആളിത് കൊണ്ടുപോവാണ്. ആൾ ഒരു ഫ്രീലാൻസ് ജിം ട്രെയിനറാണ്. അതുകൊണ്ട് പല ഷെഡ്യൂളുകളായിട്ടാണ് ആൾക്ക് ജോബ് വരുന്നത്. അതുകൊണ്ട് ഇന്ന സമയമെന്നില്ല. അപ്പം പല സമയത്തും പോയും വന്നും കൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് അച്ഛനും അമ്മേനെയും വിളിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ മോളിൽ പോയി എടുത്ത ഡ്രസ്സൊക്കെ എടുത്ത് മടക്കി വയ്ക്കുകയാണ്. പിന്നെ ഇത് സ്വീറ്റ് പൊട്ടാറ്റോയാണ്. ഇതെനിക്ക് ഇഷ്ടമേ അല്ല. ഇത് കുഞ്ഞിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. ആൾ ഡയറ്റിലായ കാരണം രാത്രി റൈസ് കഴിക്കാറില്ല. പകരം ഈ ഒരു ഡിഷാണ് കഴിക്കുന്നത്. ഡിഷ് എന്ന് പറയാൻ കാരണം സ്വീറ്റ് പൊട്ടാറ്റോ പുഴുങ്ങി അതിലേക്ക് മുട്ട ഉണ്ടാക്കി അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മുട്ട വെറുതെ കൊത്തിപ്പൊരി ഉണ്ടാക്കി അങ്ങനെ ഇടുമായിരുന്നു. പിന്നെ ആൾക്കത് മടുത്തത് കൊണ്ട് ഞാൻ സബോളയും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി അങ്ങനെ മുട്ടയുടെ വൈറ്റ് മാത്രമാണ് അതിലേക്ക് ഇടുക. ഇത് എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ABC ജ്യൂസ്. ഇത് ഞാൻ ഒരു സമയത്ത് കുടിച്ചിരുന്നു. പിന്നെ ഇത് ഡെയിലി ഇൻടേക്ക് ചെയ്യുന്നത് അത്ര നല്ലതല്ലാത്തത് കൊണ്ട് ഗ്യാപ്പിട്ട് നമ്മൾ കുടിച്ചാൽ മതി. അതായത് 2 ആഴ്ച പഠിപ്പിച്ച് കഴിച്ചാൽ ഒരാഴ്ച വേണ്ടാന്ന് വയ്ക്കുക, പിന്നെ തുടരാം അങ്ങനെ. അപ്പോൾ നമ്മളത് അടിച്ചിട്ട് ഐസ് ട്രേയിലാക്കി വെക്കുകയാണ്. പിറ്റേ ദിവസം മോർണിംഗ് നമ്മളൊരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ അതിട്ട് കുടിച്ചാൽ അടിപൊളിയായിരിക്കും. നമ്മുടെ സ്കിന്നും ഒക്കെ നല്ല അടിപൊളിയായിട്ട് അങ്ങനെ വെളുത്തിട്ട് പാറും എന്നൊന്നുമല്ല, എന്നാലും നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ കുറഞ്ഞ് ഒരു ഗ്ലോയൊക്കെ വരും ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഡിഷ്. അപ്പോൾ ഇതിൽ എഗ് വൈറ്റ് മാത്രമേ ഉള്ളൂ. 6 മുട്ടയുടെ വൈറ്റാണ് ഈ കിടക്കുന്നത്. നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഒരു ജിം ട്രെയിനറോ ഫിറ്റ്നസ് നോക്കുന്ന ആളോ ഒരു ജിമ്മനോ ആണെങ്കിൽ നിങ്ങൾക്കിതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇതൊക്കെയാണ് അവർ കഴിക്കുന്നത് ഗൈസ്.
അങ്ങനെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ എൻ്റെ ആവുകയാണ്. ഇതിൽ കുറേ കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. കുളിക്കുന്നത്, പല്ല് തേക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല. പക്ഷെ ഞാനതൊക്കെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് തന്നെ കുറച്ച് തപ്പിപ്പിടുത്തമുണ്ട്. എന്തൊക്കെ റെക്കോർഡ് ചെയ്യണം, റെക്കോർഡ് ചെയ്യേണ്ട എന്നുള്ളതിനുള്ളൊരു ക്ലാരിറ്റി എനിക്കിപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിലും നന്നായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ഗൈസ്.